ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഒരു മെഡിസിനൽ പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒടിഞ്ഞ അസ്ഥികളെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ കഴിയുന്നത് കൊണ്ടായിരിക്കാം സംസ്കൃതത്തിൽ ഇതിന് അസ്ഥി സംയോജിത എന്ന പേര് വന്നത്. ഇംഗ്ലീഷിൽ ബോൺ സെറ്റർ എന്നറിയപ്പെടുന്ന ഈ ചെടിയെ മലയാളിയിൽ വിളിക്കുന്നത് ചങ്ങലം പരണ്ട എന്നാണ്. ചെറിയ കണ്ണിയായി വരുന്നത് കൊണ്ടാകാം ഇതിന് ചങ്ങലം പരണ്ട എന്ന പേര് വന്നിട്ടുള്ളത്. ആയുർവേദ വൈദ്യന്മാരുടെയും നാട്ടുവൈദ്യന്മാരുടെയും ഔഷധക്കൂട്ടുകളിൽ ചങ്ങലം പരണ്ടയുടെ സ്ഥാനം വളരെ പ്രധാനമാണ്. പഴകിയ നടുവേദന, മുട്ടുവേദന, ഡിസ്ക് തേയ്മാനം, സന്ധിവാദം, ദഹനപ്രശ്നം, വിശപ്പില്ലായ്മ, ചെവിവേദന, വയറുവേദന, മുടി വളരാൻ എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ പരിഹാരമാണ് ചങ്ങലം പരണ്ട. ചങ്ങലം പരണ്ടയുടെ നീര് അരച്ച് ഒടിവിനും ചതവിനും കിട്ടുന്നത് വളരെ ഫലപ്രദമാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും ചങ്ങലം പരണ്ട നമ്മുടെ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. സോ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് ചങ്ങലം പരണ്ട. അങ്ങനെ എല്ലായിടത്തും ഒന്നും ചങ്ങലം പരണ്ട കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അത് കാണാൻ കഴിയുന്ന സ്ഥലങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുണ്ടെങ്കിൽ ഒരു കമ്പ് ഒടിച്ചുകൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടുവളപ്പിൽ കുഴിച്ചിടുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഈ ചെടി ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർ ഇത് എണ്ണ കാച്ചാനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് കൊണ്ടുപോകാറുണ്ട്. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.